ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിൽ എത്തുമെന്ന കാര്യം ഉറപ്പാക്കിയ ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. നീക്കം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ വിവരം ലഭിക്കാതിരിക്കാൻ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഖത്തറിനുമേൽ ആക്രമണം നടത്തുന്നതിനായി 2 മാസത്തിലേറെയായി ഇസ്രായേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും CNN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി ദോഹ മാറിയിരുന്നു. ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ പതിവായി സന്ദർശിക്കുന്ന ഒരിടമായിരുന്നു ദോഹ. അതേസമയം ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ താവളവും കൂടിയായിരുന്നു ഇവിടം. ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ അൽ ഹയ്യ വർഷങ്ങളായി ദോഹയിലാണ് താമസിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗാസയിലും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ ഇസ്മായിൽ ഹനിയയെയും ലെബനനിൽ സായിഹ് അൽ അറൂരിയെയും വധിച്ചത് പോലുള്ള ആക്രമണങ്ങളും ഓപ്പറേഷനുകളും ശത്രു രാജ്യങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ അതുവരെ നടത്തിയിരുന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക മധ്യസ്ഥ പങ്കുവഹിക്കുകയും US-ന്റെ വലിയ സൈനിക സാന്നിധ്യമുള്ളതുമായ ഒരു പരമാധികാര രാജ്യത്തിനെതിരായ ആക്രമണമായിരിക്കും ഖത്തറിൽ നടത്താൻ പോകുന്നതെന്ന് ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു.